ഉദരനൊന്നും എനിക്ക് ഇഷ്ടമല്ല, കുളിക്കാത്തവരും അലക്കാത്തവരും ഒന്നും. ഞാൻ ഒരു വട്ടോടെ പറയാം എൻ്റെ ചോയ്സ്. എനിക്ക് ഇങ്ങനത്തെ കസ്റ്റമേഴ്സ് ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ശ്രദ്ധിച്ചു കേട്ടോ, നീ കേട്ടില്ല എന്ന് പറയരുത്. ഒന്ന്, നന്നായിട്ട് കുളിക്കണം, ഫുള്ളും ഷേവ്ഡ് ആയിരിക്കണം, കക്ഷം തൊട്ട് കാലിന്റെ ഇവിടം വരെ ഫുള്ള് ഷേവിങ് ആയിരിക്കണം. ഓക്കെ, നല്ല നീറ്റ്, കയ്യിൽ നഖം പോലും വരാൻ പാടില്ല. നഖം വെട്ടി, കാലിലെ നഖം വെട്ടി, ഒരു അഴുക്ക് പോലും ഇരിക്കാൻ പാടില്ല. കഴുത്ത് ഇങ്ങനെ നിവൃത്തിയ, കഴുത്തേൽ പോലും ചെളി വരാൻ പാടില്ല, ഒരു പാലുണ്ണി വരാൻ പാടില്ല. മറുകൊക്കെ ഒരു അരിമ്പാറ, ഒരു പാലുണ്ണി, ഒരു ചുണങ്ങ്, അല്ലെങ്കിൽ ഒരു കുരുക്കള്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ വായനാറ്റം, പ്രത്യേകിച്ചും ഞാനൊക്കെ ഒരു കസ്റ്റമർ അടുത്ത് ഇങ്ങനെ പോയിരിക്കുന്ന ആളാ. വായനാറ്റം, വേർപ്പ് നാറ്റോ, എന്തെങ്കിലും ഒരു ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ ഞാൻ അവരായിട്ട് ഒന്നിനും നിൽക്കില്ല. ഓക്കെ, എനിക്ക് അത്രയും നീറ്റ് വേണം. കാരണം നമുക്കൊരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ തല അവനെ നെഞ്ചത്ത് കിടക്കാനുള്ള രീതിയിൽ അത്ര പെർഫെക്റ്റ് ആയിരിക്കണം എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ്. അതാണ് എൻ്റെ ചോയ്സ്. അല്ലാതെ വലുതാണോ ചെറുതാണോ അതിലൊന്നും എനിക്കൊരു കാര്യമില്ല. എനിക്ക് ഇമ്പോർട്ടൻറ്റ് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ അവന്റെ നെഞ്ചത്ത് കിടക്കാൻ, അവന്റെ ചെവിട്ടുമ്പോ വയ്ക്കാനും, ചുണ്ടും മുമ്പ് വയ്ക്കാനും അതേപോലത്തെ പെർഫെക്റ്റ് ആയിരിക്കണം ആ വ്യക്തി. നല്ല സ്മെല്ലായിരിക്കണം, ബാഡ് സ്മെല്ലല്ല. നമ്മൾ കിടന്നാൽ വീണ്ടും വീണ്ടും കിടക്കണം. ഇവിടെ നമുക്ക് ഒന്നും കൂടെ ചെയ്യാൻ തോന്നുന്ന രീതിയിലായിരിക്കണം അവരുടെ ശരീരം. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എല്ലാത്തിനും സഹകരിക്കൂ, അല്ലാതെ സഹകരിക്കത്തില്ല. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നണം അവനോട്, അവർക്ക് എന്നോടൊരു ഇൻട്രസ്റ്റ് തോന്നണം. അല്ലാതെ ഈ വരുന്നവരൊക്കെ എനിക്ക് എന്തിനാ, ചില പെണ്ണുങ്ങൾ സൂഹിക്കാൻ വേണ്ടി കടി തീർക്കാൻ വേണ്ടി കവച്ചങ്ങ് വെച്ചു കൊടുക്കും. ചേട്ടാ ചെയ്തോളം പറഞ്ഞു. ഞാൻ അത്രക്കാരിയല്ല. എനിക്ക് അങ്ങനത്തെ ഒരു സുഖം വേണ്ട. അത്ര കാര്യം മൂത്തിട്ടില്ല ബി ചേച്ചിക്ക്. എനിക്കിതൊക്കെ പെർഫെക്റ്റ് ആയി മാത്രം എനിക്ക് ഇഷ്ടപോലെ ഞാൻ ചെയ്തു കൊടുക്കൂ. അല്ലാത്തവരൊന്നും ഞാൻ നിൽക്കില്ല, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ ശരീരത്ത് എൻ്റെ ഇവിടെ പോലും തൊടാൻ സമ്മതിക്കില്ല, ഇങ്ങനെ വൃത്തിയില്ലാത്തവന്മാരെ കൊണ്ടൊന്നും. കാരണം വെച്ചാൽ എൻ്റെ ശരീരം ഇങ്ങനെ അത്രയും നീറ്റായിട്ട് നോക്കുന്ന ഒരാളാണ്. എൻ്റെ ശരീരം പോലെ തന്നെ ഇരിക്കണം അവന്റെ ശരീരം. ഓക്കെ, എൻ്റെ ശരീരം നൈറ്റ് ഊരി കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ദേഹത്ത് ഇവിടെയോ ഒരു കുരുവോ ഒരു പാടോ ഒരു അംശം പോലും എൻ്റെ ശരീരം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത്രയും കെയർ ചെയ്യുന്ന വ്യക്തി. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കണം വരുന്നവന് ശരീരം. ഇല്ല, കുരുണ്ടൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. എനിക്കിതൊന്നും ഇഷ്ടമല്ല. പെർഫെക്റ്റ് ആയിരിക്കണം അവൻ. പിന്നെ നല്ല ചുണ്ടായിരിക്കണം. ചുണ്ട് എൻ്റെ എന്നും വീക്ക്നെസ്സാണ്. ചുണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വീക്ക്നെസ്. ഒരാളിൻ്റെ ചുണ്ട്. മൈനും ചില കസ്റ്റമേഴ്സിനോട് ഒന്ന് ചോദിക്കും, എനിക്ക് ആ ചുണ്ട് വരുമെന്ന് ചോദിക്കും. ചേച്ചി പ്ലീസ് ഒരു കിസ് മാത്രം മതിയോ ചേച്ചി? എനിക്ക് വേറെ ഒന്നും വേണ്ട, കിസ്സിൽ എൻ്റെ ചുണ്ടിൽ ഉമ്മ വന്നിട്ട് വെക്കുന്ന എടുക്കുവോ? ഓക്കെ, ഉമ്മയല്ലേ ചേച്ചി, അങ്ങനെ തരല്ലേ. നമ്മൾ കിസ് മാത്രമേ തരാൻ പാടുള്ളൂ. ഓക്കെ, ചിലവര് ഉമ്മ തരാനെന്നും പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചെയ്യൂടോ? എന്നിട്ട് ചുണ്ട് കൊടുക്കാൻ പേടിയാ. അപ്പൊ ഇവിടെ ചുണ്ട് തന്നെ വേണം, ഇവിടെ ഉമ്മ വന്നാ പോരെന്ന് ചോദിക്കും. ചേച്ചി ഇവിടെ വേണ്ട, ചേച്ചി ചുണ്ടും ഉമ്മ വയ്ക്കണം. നീ ചുണ്ടിൽ ഉമ്മ വയ്ക്കാൻ തന്നെയാണോ എന്ന് ചോദിക്കും. ചേച്ചി സത്യാണ്, ഉമ്മ വയ്ക്ക, ചുണ്ടിൽ ഉമ്മ തന്നെ വെക്കാനാ. ഷോ പാവങ്ങളെ ഇങ്ങനെ ആരും ഉമ്മച്ചിട്ട് പൊക്കോട്ടെ. എന്നിട്ട് തുടയ്ക്കും. അയ്യോ ഇല്ലാട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞാണേ. ഞാൻ ചുണ്ടൊന്നും കൊടുക്കൂലേ, ഞാൻ ചുമ്മാ തള്ളിയതാ. കവള് കൊടുക്കും. ഓക്കെ,
പാവം അതെയും ചെയ്തോട്ടെ. പക്ഷെ വേറെ ഒന്നും നോക്കില്ല. മൈന നീ ചിരിപ്പിക്കില്ലേ? പക്ഷെ മൈനൊരു കാര്യം മറ്റാളെ അറിയില്ലേ? അറിയില്ല. ആദ്യത്തെ അക്ഷരം എന്താ? എന്താ അക്ഷരം എന്താ? അത് അതെന്റെ മുത്ത്. ഞങ്ങൾ രണ്ടും നല്ല അടിപൊളിയാണ്. അതൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിന് പകരം വെക്കുമ്പോൾ ഒരാളില്ല. ഞങ്ങൾ രണ്ടും നല്ല അടിപൊളിയാണ്. നീ മെലിഞ്ഞു പോയല്ലോ മോളെ. അത് മൈനയ്ക്ക് അറിയാലോ, ഞാനന്ന് പീമിയും പറഞ്ഞില്ലേ. മൈന അന്ന് ഞാൻ പീമി പറഞ്ഞില്ലേ മൈനു, ഓർമ്മയുണ്ടോ? യോ ഇന്ന് ദിവ്യേട്ടനെ കാണാനില്ലല്ലോ, ഡ്യൂട്ടിയിലോ? യോ നോ ഗസ്റ്റ്. ഹായ്. പുറത്തു വേണം, ദുബായി പോണം, കാശടയ്ക്കണം, സ്വർണത്തിന്റെ 400 അടയ്ക്കണ്ടേ. ഇന്നില്ല, കള്ളൊന്നും കൂടി ഇല്ല. കള്ളു കുടിക്കാത്ത ബിജിയല്ലേ നല്ലത് അല്ലേ? കള്ളു കുടിച്ച ബിജി എന്തൊക്കെയോ തല അങ്ങനെയാണെങ്കിൽ കിടന്ന് ഉറങ്ങിപ്പോവും. വർക്ക് എടുക്കണ്ടേ, ജോലി നോക്കണ്ടേ. കള്ള് പകൽ ടൈം ഇല്ല ഇപ്പൊ. കള്ളുകൂടി വല്ലപ്പോഴും മതി ഇല്ലേ ചാമു? അല്ലേ മൈന? അല്ല മെറീസ? അല്ല ചെയ്യാറു? കള്ളുകൂടി കുറച്ച് കുറയ്ക്കണം, നല്ലതാ. കള്ളു കുടിച്ചാ ചേച്ചി ഞാൻ ഉറങ്ങിപ്പോ, എന്റെ മൈൻഡ് വേറെയോ. എന്തിനാ? വേണ്ട, രാത്രി അടിക്കത്തില്ല.